ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റം അപലപനീയമെന്ന് സീറോ മലബാർ സഭ. പാലാ രൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിക്കും വൈദികനുമെതിരെയുണ്ടായ അതിക്രമം തികച്ചും അപലപനീയമാണെന്നും സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. പള്ളിയിൽ ഫെബ്രുവരി 23 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്ത് പുറത്തുനിന്നെത്തിയ 50-ലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘം 8-ലധികം കാറുകളിലും കുറച്ച് ബൈക്കുകളിലുമായി പള്ളിയുടെ കുരിശുംതൊട്ടിയിൽ അതിക്രമിച്ചു കയറി ബഹളം വയ്ക്കുകയും ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ ഇരപ്പിക്കുകയും ചെയ്തത് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ നിരീക്ഷിച്ചു. മീനച്ചിൽ താലൂക്കിലുള്ള പല പള്ളികളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നുവെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പൂഞ്ഞാർ പള്ളിയിലുണ്ടായ അതിക്രമങ്ങളെ എതിർത്ത വൈദികന് നേരെയുണ്ടായ ആക്രമണം ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും സീറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടി. പോലീസും നിയമ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. പ്രതികളിൽ പലരും മൈനറാണ് എന്ന കാരണത്താൽ ഈ കുറ്റകൃത്യങ്ങളെ ലഘുവായി കാണാൻ പാടില്ല എന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ഇവ വെറും സാമൂഹിക വിരുദ്ധ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മതസ്പർദ്ധ വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഉള്ളവയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സീറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടി. അതിനാൽ ചെറുപ്പക്കാരെ ഇതിന് പ്രേരിപ്പിക്കുന്നവരെയും ഇതിനു പിന്നിൽ ഗൂഢാലോചനകൾ നടത്തുന്നവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കി. പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അടിയന്തരമായി ചേർന്ന യോഗത്തിൽ ചെയർമാൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി, ബിഷപ്പ്മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ, കൺവീനർ ബിഷപ്പ്മാർ തോമസ് തറയിൽ, സെക്രട്ടറിമാരായ ഫാദർ എബ്രാഹിം കാവിൽപുരയിടത്തിൽ, ഫാദർ ജെയിംസ് കോക്കാവയലിൽ എന്നിവർ സംബന്ധിച്ചു.